നമ്മുടെ അവിടെ അമ്പലത്തിൽ നിന്ന് ആറാട്ടാണ്. അപ്പോൾ ആറാട്ട് കാണാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പാടെ ഇറങ്ങി. അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ പിള്ളേരെയും കൊണ്ട് നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. അതിനിടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ പഞ്ചാരി മേളം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പഞ്ചാരി മേളമൊക്കെ കണ്ട് നമ്മളിതിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചാരി മേളം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇങ്ങനെ പഞ്ചാരി മേളവും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് കുറേ നേരം നിന്ന് കേട്ടോ. അതിനിടയിലാണ് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എന്ന് പറയുന്ന പോലെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും കുറേ നേരം വർത്തമാനം പറഞ്ഞ് നമ്മളങ്ങനെ നിന്നു. അതിനിടയിൽ പിള്ളേർ പറഞ്ഞ് നമുക്ക് കുറച്ച് കടല വേണം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് കടലയൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കുറേ കഴിച്ചു. ഇങ്ങനെ കടലയും കഴിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ പിള്ളേർ പറഞ്ഞു അവർക്ക് കളിപ്പാട്ടങ്ങൾ വേണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റോബോട്ട് കാർ വേണം, അമ്പും വില്ലും വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരി എന്ന് പറഞ്ഞ് നമ്മൾ അമ്പും വില്ലും റോബോട്ട് കാറൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല തിരക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു വേല പോരെന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ റോബോട്ട് കാറാണ് ആദ്യം ചോദിച്ചു. പക്ഷേ റോബോട്ട് കാർ ഇല്ല എന്ന് പറഞ്ഞു. ഭാഗ്യം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്പും വില്ലും ഉണ്ടോ ചോദിച്ചു. അമ്പും വില്ലും ഉണ്ട് ചോദിച്ചപ്പോൾ ശരി രണ്ടാൾക്കും അമ്പും വില്ലും മേടിച്ചു കൊടുത്തു. രണ്ടാൾക്ക് അമ്പും വില്ലും, ഒരാൾക്ക് കൊറോണ ബോളും. ശരി അതും മേടിച്ച് നമ്മൾ ഈ വള മാല കമ്മൽ അതിൻ്റെ സെക്ഷനിലോട്ട് പോയി. അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. പിള്ളേർക്കൊന്നും വളയും മാല അങ്ങനെ ഒന്നും മേടിച്ചില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി അങ്ങനെ തിരിച്ചു വന്നു. വരുന്ന വഴിക്കാണ് പിന്നെ നമ്മൾ പാനിപ്പൂരി അതിൻ്റെ ഇതൊക്കെ കണ്ടത്. ശരിയെന്ന് പറഞ്ഞ് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാനിപ്പൂരി കാളനും മേടിച്ചു. അപ്പം കാളനും മേടിച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ കണ്ടോ, ഞാൻ കഴിക്കുമ്പോൾ വായും തുറന്നുകൊണ്ട് വെച്ചിട്ട് ആൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കുറേ കഴിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. പിന്നെ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞ് വായും തുറന്നു വെച്ചിട്ടിരിക്കുകയാണ്. ശരി അപ്പോൾ അയാളെ ഞാൻ വേറെ ആളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കാളനും പാനിപ്പൂരിയും എല്ലാം കഴിച്ച് ശരി ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു.